Distribution of audit work, audit program. നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എന്നുള്ളതിൽ പ്ലാനിങ് ഓഫ് ഓഡിറ്റ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഓഡിറ്റ് മെമ്മറാണ്ടോ, അതായത് ഓഡിറ്റ് നോട്ട് ബുക്ക്, ദെൻ അതിനുശേഷം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തി. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്, ഓഡിറ്റ് പ്രോഗ്രാം, ഇതേപ്പറ്റി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. എന്താണ് ഓഡിറ്റ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്? ഓഡിറ്റ് ടീം എന്ന് പറയുന്നത് ശരിക്കും സീനിയറും ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ ചേർന്നതാണ്. ഓഡിറ്റ് ടീം കൺസിസ്റ്റ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. ഓഡിറ്റർ അസൈൻസ് ദ വർക്ക് എമംഗ് സീനിയർ ആൻഡ് ജൂനിയേഴ്സ്. ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ സീനിയർ ആൻഡ് ജൂനിയറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഈ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ഈ വർക്ക് അസൈൻമെന്റ് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തനത്തിനാണ് പറയുന്നത്, പണിക്കാണ് ചെയ്യുന്നതിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ആണ് ഓഡിറ്റിങ്ങിന്റെ സക്സസ് അതിലാണ് കിടക്കുന്നത്. ആ അസൈൻമെന്റ് എങ്ങനെ നടത്തുന്നു അതിനനുസരിച്ചാണ് ഓഡിറ്റ് വർക്കിന്റെ സക്സസും ഫെയിലറും. ഇതാണ് ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഓഡിറ്റ് വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക് among audit staff is an important duty of auditor. The success of audit depends on the careful assignment of work among his staff. An audit team consists of senior and junior staff. Auditor assigns the work among senior and junior staff. For distribution of work, experience, efficiency and qualification are to be considered. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിന് വേണ്ടി എന്ത് ചെയ്യണം, എക്സ്പീരിയൻസും എഫിഷ്യൻസിയും ക്വാളിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്യണം, നോക്കിയിട്ട് വേണം അസൈൻ ചെയ്യാൻ. സീനിയർ സ്റ്റാഫിനാണെങ്കിൽ സാധാരണയായിട്ട് കൊടുക്കുക, സീനിയർ സ്റ്റാഫിന് കൊടുക്കുന്ന സാധാരണ ജോലികൾ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആണ്. വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് നമ്മൾ എന്താണ് വെരിഫിക്കേഷൻ വാലുവേഷൻ ഓഫ് അസറ്റ്സ് എന്നുള്ളതൊക്കെ ഇങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ചുരുക്കി പറയാം, വെരിഫിക്കേഷൻ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഓഫ് എവിഡൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് കറക്റ്റ്നെസ് ഓഫ് വാല്യൂ ആൻഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ദാറ്റ് they are actually in possession and held by the business on the date of balance. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഒരു ബിസിനസ് ഓൺ ചെയ്തിട്ടുള്ള അസറ്റ്, ആ അസറ്റ് അതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷനും അതിൻ്റെ ഇൻസ്പെക്ഷൻ ഓഫ് എവിഡൻസ് പരിശോധിക്കുന്നതും പണിക്കാണ് പറയുക വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ വാലുവേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്താണ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ വാല്യുവേഷൻ, കാൽക്കുലേഷൻ ഓഫ് വാല്യൂ എന്നുള്ളതല്ല, ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ എന്നുള്ളതല്ല, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഡിറ്റർമിൻഡ് വാല്യൂസ് ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതിന് എന്ത് ചെയ്യുക, ക്രിട്ടിക്കലി എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തി ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് വിളിക്കുന്നത് വാല്യുവേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഡ്യൂട്ടിയാണ് ഒന്ന് സീനിയർ സ്റ്റാഫിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യുന്നത്, വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആൻഡ് ചെക്കിംഗ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ പല തരത്തിലുള്ള മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള റിട്ടേൺ ഡൗൺ മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് എമൗണ്ട് ഓരോ വർഷവും ഡിപ്രീസിയേഷനായി കാണിക്കുന്ന രീതി,
വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. Then methods of depreciation, verification of cash balance വെരിഫൈ ചെയ്യുക. ഈ പണികളൊക്കെയാണ് സീനിയർ സ്റ്റാഫിന് ചെയ്യാനുള്ളത്. എന്നാൽ ജൂനിയർ സ്റ്റാഫിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് വിവേചിച്ച് നൽകുന്ന പണികൾ നോക്കാം. ജൂനിയർ സ്റ്റാഫിൻ്റെ ഇടയിൽ ഫ്രണ്ട് ലൈൻ വർക്ക് ഓഫ് ഓഡിറ്റ് ആണ് ജൂനിയർ സ്റ്റാഫ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ലൈൻ വർക്ക് ഓഫ് ഓഡിറ്റ് മീൻസ് ചെക്കിംഗ് ഓഫ് ലെഡ്ജർ ബാലൻസ് പരിശോധിക്കുക. ഓരോ ലെഡ്ജേഴ്സും പലതരത്തിലുള്ള ലെഡ്ജേഴ്സ് ഉണ്ടാകും. ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, സെയിൽസ് ലെഡ്ജർ തുടങ്ങി, ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി വ്യത്യസ്ത ലെഡ്ജേഴ്സ്. ആ ലെഡ്ജേഴ്സിന്റെ ബാലൻസ് പരിശോധിക്കുക. ദെൻ വൗച്ചിങ്. എന്താണ് വൗച്ചിങ് എന്ന് പറഞ്ഞാൽ? വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഓഫ് റെസീറ്റ്സ് വിത്ത് ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് റെസീറ്റ്സ് വിത്ത് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്. ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട റെസീറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കുന്നതിനാണ് വൗച്ചിങ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ വൗച്ചിങ്, അതായത് കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്ററി എവിഡൻസ് സച്ച് ആസ് ഇൻവോയ്സ്, റെസീറ്റ്, സ്റ്റേറ്റ്മെന്റ്സ്, കറസ്പോണ്ടിങ് മിനിറ്റ്സ്, കോൺട്രാക്ട്സ് with a view to prove accuracy and authenticity of entries. എൻട്രീസിന്റെ ജെന്യൂനെസ് പരിശോധിക്കുന്ന പണിയാണ് വൗച്ചിങ്. ഈ വൗച്ചിങ്ങും ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റിംഗ് സ്റ്റാഫാണ്, ജൂനിയർ സ്റ്റാഫാണ്. ടാലിയിങ് ദ ഫിഗേഴ്സ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഫിഗേഴ്സ് ടാലി ആണോ നോക്കുന്നത് ഓഡിറ്റർ. ജൂനിയർ സ്റ്റാഫിന്റെ പണിയാണ്. ജൂനിയർ സീനിയർ സ്റ്റാഫിന്റെ പണി ഡിവൈഡ് നൽകുന്നതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ഇവിടെ ഓഡിറ്റർ റോൾ എന്നാണ് സൂപ്പർവൈസറി റോളാണ്. ഫൈനൽ ടച്ച് ഓഫ് ഓഡിറ്റ് മാത്രം നടത്തുക എന്നുള്ളതാണ് ഓഡിറ്റർ ജോലി. സക്സസ് ഓഫ് ഓഡിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് എഫേർട്സ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. പ്രോപ്പറായി ഈ ജൂനിയർ സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഓഡിറ്റിംഗ് എന്നുള്ളത് സക്സസ് ആവുകയുള്ളൂ. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സീനിയർ ജൂനിയർ സ്റ്റാഫിന്റെ ഇടയിൽ വർക്ക് അസൈൻ ചെയ്യുന്നതെന്ന് വിളിക്കുന്നത് ഓഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ്, ചെക്കിംഗ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, വെരിഫൈങ് ക്യാഷ് ബാലൻസ് ഒക്കെ ആര് ചെയ്യും? സീനിയർ സ്റ്റാഫ് ചെയ്യും. ജൂനിയർ സ്റ്റാഫിന്റെ ജോലി ചെക്കിംഗ് ലെഡ്ജർ ബാലൻസ്, വൗച്ചിങ്, ടാലിയിങ് ഫിഗേഴ്സ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ് മുതലായ ജോലികൾ ജൂനിയർ സ്റ്റാഫും ചെയ്യും. ഓഡിറ്ററുടെ ജോലി സൂപ്പർവൈസറി റോളാണ്. എന്താണ് വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം? ഓഡിറ്റ് പ്രോഗ്രാം is done and predetermined plan of action for conducting an audit. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള പ്രീഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നുള്ളത് ആൻഡ് റിട്ടേൺ ആയിട്ടുള്ള പ്ലാനിനെ എന്ത് വിളിക്കുന്നത്? ആക്ഷൻ പ്ലാനിനെ എന്ത് വിളിക്കുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. It is a written and predetermined plan of action conducting an audit. It is action plan containing exact details in regard to conduct a particular audit. Exact details എക്സാക്ട് ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത് റിട്ടേൺ ആൻഡ് പ്രീഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ കണ്ടെയ്നിങ് എക്സാക്ട് ഡീറ്റെയിൽസ് ഇൻ റിഗാർഡ് ടു കണ്ടക്ട് ഓഫ് പർട്ടിക്കുലർ ഓഡിറ്റ്. പർട്ടിക്കുലർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ പ്ലാൻ ആണ്. അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് കണ്ടെയ്നിങ് എക്സാക്ട് ഡീറ്റെയിൽസ് ടു കണ്ടക്ട് ഓഫ് പർട്ടിക്കുലർ ഓഡിറ്റ്. പർട്ടിക്കുലർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാനെയാണ് വിളിക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ഷൻ പ്ലാൻ ആണ് കണ്ടെയ്നിങ് എക്സാക്ട് ഡീറ്റെയിൽസ് ഇൻ റിഗാർഡ്സ് ടു ദി കണ്ടക്ട് ഓഫ് പർട്ടിക്കുലർ ഓഡിറ്റ്. എക്സാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇത് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാഫ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓഡിറ്റർ. സീനിയർ സ്റ്റാഫാണ് ഓഡിറ്ററെ കൺസൾട്ടേഷനോട് കൂടി. ഇതിന് ഡെഫിൻ നൽകിയിട്ടുണ്ട്. പ്രൊഫസർ മേക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ഡീറ്റെയിൽഡ് പ്ലാൻ. ഓഡിറ്റ് പ്രോഗ്രാം ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് ആണ് specifying the procedure to be followed. ഏത് തരത്തിലുള്ള പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത്? ഇൻ വെരിഫിക്കേഷൻ ഓഫ് ഈച്ച് ഐറ്റം ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഈച്ച് ഐറ്റം വെരിഫൈ ചെയ്തുകൊണ്ട് ഏതുതരം പ്രൊസീജിയർ ആണ് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്കിനെ എന്ന് വിളിക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. എസ്റ്റിമേറ്റഡ് ടൈം എത്ര ഡ്യൂറേഷൻ കൂടി എന്ത് ചെയ്യും? ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രോഗ്രാം is a detailed plan of audit work
Audit program is a detailed plan of audit work to be performed, specifying the procedure to be followed in verification of each item in the finance statement and giving the estimated time. Audit program എന്ന് പറയുന്നത് detailed plan of audit work ആണ്. അത് to be performed, specifying the procedure to be followed. അതിൽ procedure specify ചെയ്തിട്ടുണ്ടാവും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ detailed plan ആണ്, specifying the procedure and time അതിൽ എന്തിട്ടുണ്ടാവും, giving the estimated time required പറഞ്ഞിട്ടുണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്കാണ്. ദെൻ സ്പെസിഫൈങ് ദി പ്രൊസീജിയർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ദെൻ specifying the procedure to be followed, then giving the estimated time required. ഇത് മൂന്ന് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ഓഡിറ്റ് വർക്ക് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക് ആയിരിക്കും, സ്പെസിഫൈങ് ദി പ്രൊസീജിയർ ടു ബി ഫോളോഡ് ആൻഡ് ഗിവിംഗ് ദി estimated time required. ഓക്കെ, ഓഡിറ്റ് പ്രോഗ്രാം ഡീറ്റെയിൽസ് കീ ഓഡിറ്റ് വർക്ക്, ഡ്യൂറേഷൻ ഓഫ് വർക്ക്, ദെൻ അസൈൻമെന്റ് ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് കീ ഓഡിറ്റ് വർക്കാണ്. the work to be done and duration of time to be complete audit. ഓഡിറ്റിന്റെ ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വ്യക്തമായിട്ട് പറയും. ഹൗ ദ ഓഡിറ്റർ അസൈൻ ദി വർക്ക്, എങ്ങനെ ഓഡിറ്റ് അസൈൻ ചെയ്യും എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, സീനിയർ ജൂനിയർ സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നു എന്നുള്ളതും ഈ പ്രോബ്ലം these matters should be clearly stated in audit. ഇതൊക്കെ ഓഡിറ്റ് പ്രോഗ്രാം ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓഡിറ്റ് പ്രോഗ്രാമിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? It defines duties of clerks clearly. The audit program defines duties of clerks clearly. Clerks and duties clear ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഓഡിറ്റ് പ്രോഗ്രാം. This helps to ensure that part of audit work has been owned. ഇത് ഏതെങ്കിലും ഭാഗം ഓമിറ്റ് ചെയ്തു പോകാതെ നോക്കാൻ എന്ത് ചെയ്യുന്നു, വളരെ സഹായിക്കുന്നുണ്ട്. The volume of work done earlier. ഇത് ചെയ്യാനുള്ള വർക്കിന്റെ വോളിയം എത്ര ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയാൻ കഴിയുന്നു. ഓഡിറ്റ് പ്രോഗ്രാം ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ഓഡിറ്റ് സ്റ്റാഫ് വാട്ട് വർക്ക് ദേ ഹാവ് ടു ഡു വിത്തിൻ ദി ടൈം. അല്ലെങ്കിൽ ചെയ്യേണ്ട വർക്ക് എത്ര ഉണ്ടെന്ന് ഓഡിറ്റ് സ്റ്റാഫിന് അറിയിക്കുന്നതുകൊണ്ട് തന്നെ വർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റർക്ക് ചെയ്യാൻ പറ്റുന്നു, നേരത്തെ തന്നെ അറിയാൻ കഴിയുന്നു. ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിന് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സ് ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്, ഓഡിറ്റ് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫൈൻസ് ഓഡിറ്ററെ ഡിഫൈൻ ചെയ്യുന്നു. ഓഡിറ്റർ ഏതെങ്കിലും തരത്തിൽ നെഗ്ലിജൻസ് ഉണ്ടാകുന്നതിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓഡിറ്റർ നെഗ്ലിജൻസിന്റെ കേസ് വരുന്നതാണ്, ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റർ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായി എന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ ഓഡിറ്റ് പ്രോഗ്രാം അദ്ദേഹത്തിന്റെ കാണിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഡിഫൈൻ ചെയ്ത് ഓഡിറ്റർ. ഇറ്റ് സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ഓഡിറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലുള്ള ഓഡിറ്റുകൾക്ക് ഒരു ഗൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ന്യൂ ഓഡിറ്റ് സ്റ്റാഫ്. പുതിയൊരു ഓഡിറ്റ് സ്റ്റാഫ് നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഓഡിറ്റ് പ്രോഗ്രാം അവർക്ക് അവരുടെ ഓഡിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു, ചെയ്യാൻ എളുപ്പമാക്കുന്നു അവരുടെ വർക്ക്. നെക്സ്റ്റ്, ഇറ്റ് ബ്രിങ്സ് യൂണിഫോമിറ്റി ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിലൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നു. നെക്സ്റ്റ്, ടൈംലി കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഇത് ഓഡിറ്റ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ ഓഡിറ്റ് വർക്ക് സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഓഡിറ്റ് സ്റ്റാഫ്. ഓഡിറ്റ് സ്റ്റാഫിന്റെ മുകളിലുള്ള നിയന്ത്രണം ഉറപ്പുവരുത്തുന്നു. Then last, to assess the cost of audit. Audit cost assess ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഹെൽപ്സ് ഇത് സഹായിക്കുന്നു. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം നോക്കാം. നമ്മൾ ഒന്നുകൂടി അഡ്വാൻറ്റേജ് ഒന്നുകൂടി പറയാം. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ക്ലർക്സിന്റെ ഡ്യൂട്ടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വർക്ക് ഡൺ ഏർലിയർ ആയിട്ട് നോ വോളിയം ഓഫ് വർക്ക് ഡൺ, എത്ര വോളിയം ഓഫ് വർക്ക് എന്ന് നേരത്തെ അറിയാൻ സാധിക്കുന്നു. ഫിക്സസ് റെസ്പോൺസിബിലിറ്റി, ഡിഫൈൻസ് ദ ഓഡിറ്റർ, സെർവ്സ് ആസ് എ ഗ്രേറ്റ് helpful to new audit staff, bring uniformity in auditing. Timely completion of audit, effective control of audit staff to assess the cost of audit. Cost of audit and the assess സാധിക്കും. അടുത്തത് disadvantages. It may audit work mechanical stereotype. ഈ മെക്കാനിക്കൽ നാച്ചുറൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന രീതി, ടൈപ്പ് വർക്കിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ മെക്കാനിക്കലായി പോകുന്ന out of date data and useless. If a fixed audit program is used without revision, it may be out of date and useless ആയിരിക്കും. റിവിഷൻ ഇല്ലാതെ നടത്തുന്ന ഓഡിറ്റ് പ്രോഗ്രാം, റിവൈസ്ഡ് അല്ലാത്ത പ്രോഗ്രാം ഔട്ട് ഓഫ് ഡേറ്റ് ഡാറ്റ ആയിരിക്കും, യൂസ്ലെസ് ആയിരിക്കും. നോ ചാൻസ് ടു യൂസ് ഇന്റലിജൻസ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പർട്ടിക്കുലർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അയാളുടെ ഇന്റലിജൻസിൽ ഓഡിറ്റ് വർക്കിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നില്ല. ഓഡിറ്റ് വർക്ക് ഈ ഓഡിറ്റ് വർക്ക് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ
അവരുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ടതില്ല. അൺആബിൾ ടു കവർ ഓൾ ദി പോയിന്റ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. നോട്ട് സ്യൂട്ടബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഫേം. എല്ലാതരം ഫേമിന് ഇത് സ്യൂട്ടബിൾ ആണെന്നില്ല. സ്മോൾ ബിസിനസ് ഫേമിന് ഒരിക്കലും തന്നെ സ്യൂട്ടബിൾ അല്ല. ഹറി ഇൻ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ആസ് പെർ പ്രോഗ്രാം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം അനുസരിച്ച് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഹറി തിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ടൈം നമ്മൾ നിശ്ചയിച്ചത്. ദെൻ ഇതിന് ഈ ഡ്രോബാക്സ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഓഡിറ്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പ് ആയി പോകുന്നു. ഓട്ടോമാറ്റിക് യൂസ്ലെസ് ആണ്. Not just use intelligence and habit to cover all the point is not suitable to all types of hurry in completion of audit. ഈ ഡിസഡ്വാൻറ്റേജിനെ ഇല്ലാതാക്കാൻ എലിമിനേഷൻ ഓഫ് ഡ്രോബാക്സ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓഡിറ്റ് പ്രോഗ്രസ് ബി റിവൈസ്ഡ് ആൻഡ് മെയ്ഡ് അപ് ടു ഡേറ്റ് ആൻഡ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. ഓഡിറ്റ് പ്രോഗ്രാം എന്തായിരിക്കണം? മസ്റ്റ് ബി റിവൈസ്ഡ് ആയിരിക്കണം ആൻഡ് അപ് ടു ഡേറ്റ് ആയിരിക്കണം, മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ സമയാസമയത്ത് എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആക്കി അപ്ഡേറ്റ് ചെയ്യണം. ഓഡിറ്റ് ക്ലർക്ക് ഷുഡ് ബി ഗിവൺ എൻകറേജ്മെന്റ് ടു യൂസ് ഹിസ് ഇന്റലിജൻസ്. ഓഡിറ്റ് ക്ലർക്കിന് അവരുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള എൻകറേജ്മെന്റ് നൽകണം. Then audit staff must be allowed to go beyond the audit program. Audit program പോകാൻ എന്ത് ചെയ്യണം? ഓഡിറ്റ് സ്റ്റാഫിനെ അനുവദിക്കണം. ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി റിവൈസ്ഡ് ഇൻ ദി ലൈറ്റ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിൽ. ഫ്ലെക്സിബിൾ ആൻഡ് ഹ്യൂമൻ ടച്ച് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്തായിരിക്കണം? അത് നോട്ട് സീരിയസ്, വെച്ച് സീരിയസ് ആകാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി ഓവർകം ബൈ it can be overcome by following the above guidelines. ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാം? ഹ്യൂമൻ ടച്ച്, ഫ്ലെക്സിബിൾ ആക്കാം, ഹ്യൂമൻ ടച്ചിലാക്കാം. നമ്മൾ പറഞ്ഞത് ജൂനിയർ സീനിയർ സ്റ്റാഫിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എങ്ങനെ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. എന്താണ്? പ്രീഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണെന്ന് പറഞ്ഞു. ഡെഫിനേഷൻ പറഞ്ഞു. ഓഡിറ്റ് പ്രോഗ്രാമിന്റെ പ്രത്യേകത പറഞ്ഞു. അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് പറഞ്ഞു. എലിമിനേഷൻ ഓഫ് ഡ്രോബാക്സ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു.